ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു ഈസി ട്രേഡ്സ്. ഇന്ന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത് സെൻസെക്സിൻ്റെ ഒരു എൻട്രിയാണ് എക്സിക്യൂട്ട് ചെയ്തത്. അത് 76,700 സി ആണ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഓൾറെഡി എൻട്രി എടുത്തു, മാർക്കറ്റിൽ ഓൾറെഡി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. അതിനുശേഷം ഞങ്ങൾ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി നമ്മൾ രാവിലത്തെ ആ ഫുള്ള് സിയിലേക്കുള്ള റാലി ഞങ്ങൾ ഫുള്ള് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ കമ്മ്യൂണിറ്റിയിൽ കൊടുത്ത നിഫ്റ്റിയിൽ 23,850 സി ആണ് കൊടുത്തത്. അത് ഓൾറെഡി ഫസ്റ്റ് ഒരു 2 ടാർഗറ്റ് എടുത്ത ശേഷം മാർക്കറ്റ് റിവേഴ്സ് ടെൻഡൻസി വന്നു, ബുക്ക് ചെയ്യിപ്പിച്ചു. അതുപോലെ സെൻസെക്സിൻ്റെയും കോൾ ഇട്ടിരുന്നു. അത് സി ആണ്, 76,700 കോളാണ് ഇട്ടിരുന്നത്. അതും ഒരു 2 ടാർഗറ്റ് എടുത്തിട്ട് റിവേഴ്സ് വന്നു. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് എക്സിറ്റ് ചെയ്യിപ്പിച്ചിട്ട് എഗെയിൻ OP അവിടെ നിന്ന് ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ റീ എൻട്രിയിൽ 3 ടാർഗറ്റ് എടുത്തിട്ട് മൊത്തം നമ്മളിന്ന് കൊടുത്തേക്കുന്നത് 290 പോയിൻറ്റ്സ് ആണ് ഞങ്ങൾ ഓൾറെഡി ഇന്ന് മൊത്തം 2 കോൾസിലൂടെ കൊടുത്തേക്കുന്നത്. 2 കോൾസിൽ 4 എൻട്രിയാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് 2 കോൾസ് നമ്മളൊരു 60, 70, 80, 90 പോയിൻ്റ് അടുപ്പിച്ച് ബുക്ക് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് പോയിൻറ്റിൽ ഫുൾ പോയിൻറ്റ്സും ഗ്രാബ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതായത് ഇന്ന് 290 പോയിൻറ്റ്സ് നമ്മൾ ഓൾറെഡി ഫുൾ ടാർഗറ്റ് എടുത്ത് ഇന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എക്സിക്യൂട്ട് ചെയ്തതാണ് ഈ ട്രേഡിൽ ഞാൻ ഓൾറെഡി 414 എൻട്രി എടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ റിവേഴ്സിങ് ടെൻഡൻസി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം റിവേഴ്സിങ് ടെൻഡൻസി വന്നപ്പോഴത്തേക്ക് ആ താഴത്തോട്ട് ഓട്ടോ ബ്ലോക്കിൽ നിന്നാണ് എൻട്രി എടുക്കുന്നത്. അപ്പം ഞാനൊന്ന് ആവറേജിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 399 കൂടി ഒരു 50 ക്വാണ്ടിറ്റിയും കൂടെ ഓർഡർ ഇട്ടു ഞാൻ. കാരണം എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ പിവട്ടാണ് എൻ്റെ ടാർഗറ്റ്. ആ പിവട്ടും അതിൻ്റെ മുകളിലൊരു റെസിഡൻസ് ഏരിയ ഉണ്ട്, അവിടെയാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ അത്രയും ടാർഗറ്റിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യില്ല. കാര്യം അത്യാവശ്യം നല്ല പ്രീമിയം DK ഉണ്ട്. കാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റും അത്ര അങ്ങോട്ട് സേഫ് അല്ല, മൂവ്മെൻറ്റ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രീമിയം DK ഒത്തിരി വേണ്ടി വരും. അപ്പോൾ പ്രീമിയം DK ഒത്തിരി വരാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത്, എപ്പോഴും ഇങ്ങനെ ആവറേജിങ് ചെയ്തിട്ട് പോയിൻറ്റ്സ് കുറച്ച് എനിക്കൊരു 10% റിട്ടേൺസ് കിട്ടുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യാനാണ് എപ്പോഴും ചെയ്യുന്നത്. ഞാൻ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 5% ആണ് സ്റ്റാൻഡേർഡ് ബുക്കിംഗ്, 10% ബുക്ക് ചെയ്യുക, ഹോൾഡ് ചെയ്യില്ല. ഒരിക്കലും ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഹാഫ് ആൻ അവർ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഹാഫ് ആൻ അവറിൽ ബുക്ക് ചെയ്യാൻ നോക്കുക. അത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ബുക്ക് ചെയ്യുക. ഒരിക്കലും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ലോസ് മാത്രമേ വരത്തുള്ളൂ. ഇൻ കേസ് റിവേഴ്സ് പാറ്റേൺ വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്യാപിറ്റലിൻ്റെ ഒരു 20%, 30% യൂസ് ചെയ്യുക. ബാക്കി ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക, നമുക്ക് ആവറേജിങ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ആവറേജിങ് ആണ്. ആവറേജിങ് എന്ന് വെച്ചാൽ എൻ്റെ അനലൈസ് ഒന്നും തെറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ ആ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുകയും ചെയ്യും. ഇത് ജസ്റ്റ് വീണ്ടും ടെസ്റ്റിന് വേണ്ടി വീണ്ടും ഓർഡർ ബ്ലോക്കിൽ വരാണ്. കാരണം ഓൾമോസ്റ്റ് 4-5 ക്യാൻഡിൽസ് എഗെയിൻ അവിടെ വന്ന് ടെസ്റ്റ് എടുത്ത് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓർഡർ ബ്ലോക്കിൽ വന്ന്. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ആവറേജിങ് ചെയ്തിട്ട് 399 ഒന്നുകൂടി എൻട്രി എടുത്തത്. അപ്പോൾ ഓൾമോസ്റ്റ് മൊത്തം എല്ലാം കൂടെ 100 ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 100 ലോട്ട്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ ടാർഗറ്റിലേക്ക് എത്തും ഇല്ലയോ നമുക്ക് നോക്കാം. എൻ്റെ ടാർഗറ്റ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്നത്, ആദ്യം സെറ്റ് ചെയ്തിരുന്നത് 495 സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ അത് ഞാൻ അവിടെ എത്തുമെന്ന് കുറച്ച് കൺഫ്യൂഷനുണ്ട്. കാരണം ഓൾറെഡി ഇത്രയും പ്രീമിയം DK അടിക്കണോണ്ട് തന്നെ ആ ഓർഡർ ബ്ലോക്ക് മുകളിലത്തെ പിവറ്റിലോ ആ മുകളിലത്തെ റെസിഡൻസ് ഏരിയയിലോ എത്തിയാൽ തന്നെയും നമ്മളെ പ്രീമിയം ഇത്രയും മൂവ് ആവണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആവറേജിങ് ചെയ്തത്. ഞാനിപ്പോൾ ഇതും നോർമലി എപ്പോഴും ഫോളോ ചെയ്ത പോലെ 5 to 10% ഞാൻ എക്സിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ലോസിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കിപ്പോൾ ഇനി അതിൽ നോക്കാം, എത്രത്തോളം പോകും നോക്കാം നമുക്ക്. പിന്നെ എൻ്റെ പ്രീവിയസ് ഇത് കണക്കൊരു ലൈവ് വീഡിയോസ് റെക്കോർഡിങ് കിട്ടുന്ന സമയത്ത് അതിൽ ഇത് കണക്ക് ഒരു കമൻറ്റ് താഴെ വന്നിരുന്നു, ബാക്കി 2 ദിവസം ട്രേഡ് ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ട്. ആക്ച്വലി ഞാൻ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന ആളല്ല. ഞാൻ മാനുവൽ ട്രേഡ്സ് എല്ലാ ദിവസവും ചെയ്യാറില്ല. മാനുവൽ ട്രേഡ്സ് ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ മാനുവൽ ട്രേഡ്സ് ചെയ്യാറ്. ഞാൻ മാർക്കറ്റിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയല്ല. വളരെ ചുരുക്കം ടൈം മാത്രമേ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാറുള്ളൂ. ഞാൻ മാക്സിമം 2 to 3 hours മാർക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്യും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലോസ് ചെയ്യും. കാരണം നമ്മൾ ക്ലയൻസിനൊക്കെ മാക്സിമം 1 hour 1.5 മണിക്കൂറിന് മുകളിൽ ക്ലയൻസിൻ്റെ മാർക്കറ്റിൽ ഇരിക്കാൻ സമ്മതിക്കാറില്ല. അവരെ അതിനുള്ളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യിപ്പിച്ച് ഞാൻ സിസ്റ്റം ക്ലോസ് ചെയ്യിപ്പിക്കാനാണ് ചെയ്യാറ്. ഓവർ ട്രേഡിങ് ഒരിക്കലും ചെയ്യില്ല. ഞാൻ അതുപോലെ ഡെയിലി ഞാൻ വേറെ ഫോളോ ചെയ്യുന്ന റൂളെന്ന് പറഞ്ഞാൽ ഡെയിലി 3 ട്രേഡിൽ കൂടുതൽ ചെയ്യാറില്ല. മെജോറിറ്റിയും ഒറ്റ ട്രേഡാണ് എടുക്കാറ്. ചില സമയങ്ങളിൽ മാത്രം നമ്മൾ 1-2 ട്രേഡ് കൂടെ എക്സ്ട്രാ എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. മാർക്കറ്റ് മൊമെൻറ്റം തീരെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മാത്രം. ഓക്കെ, എനിവേ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഇതെങ്ങനെ എടുത്താണെന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അതായത് നമ്മൾ ഓൾറെഡി ആ സിയിലേക്കുള്ള റാലി നമ്മൾ രാവിലെ ഓൾറെഡി ക്ലയൻസിന് ഫുള്ള് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എൻ്റെ എനിക്ക് ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ഓൾ നിലവിലുണ്ട്. അതിനകത്ത് എൻ്റെ ഓട്ടോ എൻട്രീസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് ഓൾറെഡി ഡെയിലി പ്രോഫിറ്റ് എടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. അത് പുറത്തൊന്നുമല്ല, അതിപ്പോൾ സെബി രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി API ഒന്നും അല്ല, അത് ഓപ്ഷനിൽ കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അതിൽ ഡെയിലി എൻട്രി പോകുന്നുണ്ട്. മാനുവൽ ട്രേഡ്സ് മാത്രമേ ഇങ്ങനെ എടുക്കുന്നുള്ളൂ. പിന്നെ എൻട്രി എടുത്താൽ അതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് ഇത് കണക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ എന്നും പറ്റണം നിർബന്ധം, എന്നും പറ്റിയെന്ന് വരത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ എന്താണ് വീട്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. കാര്യം ഇന്നലെയൊക്കെ ട്രേഡ് എടുത്ത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഓൾറെഡി ക്ലയൻസിൻ്റെ കൊടുത്തിരുന്ന വീഡിയോസും കാര്യങ്ങളും ടാർഗറ്റ് വെച്ചിട്ട് അതാണ് ഇന്നലെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. നോർമലി എൻ്റെ എൻട്രി ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല. ആക്ച്വലി റെക്കോർഡ് ചെയ്തു എന്ന് തോന്നുന്നു, പക്ഷേ അത് റെക്കോർഡ് ആയിട്ടില്ല. ഞാൻ പിന്നീട് നോക്കുമ്പോൾ അത് കാണുന്നില്ലായിരുന്നു. അതാണ് ചെയ്യാതിരുന്നത്. ട്രേഡ് ചെയ്യുന്ന എല്ലാ ദിവസങ്ങളും ഞാൻ എന്തായാലും ഇതുപോലെ ഞാൻ ഇടുന്നതാണ്. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ IBയിൽ ടെലിഗ്രാമിലൊന്ന് ഇൻബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ P&L എല്ലാ ദിവസവും ഷെയർ ചെയ്യാൻ റെഡിയാണ്, ഒരു വിഷയവുമില്ല. എൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ എന്നും പ്രോഫിറ്റാണ്. ഇന്നലെ ഞാൻ ഓൾറെഡി 2 ലക്ഷത്തി സംതിങ്ങിൻ്റെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനകത്ത്. മാനുവലിലാണ് ഞാൻ എപ്പോഴും 5 to 10% ചെയ്തത്. അതായത് മാനുവൽ ട്രേഡ്സാണ് എപ്പോഴും നമുക്ക് ചെയ്ത് പഠിക്കണം. നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടുന്നത് മാനുവൽസാണ്. എപ്പോഴും സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഏത് സമയം നമുക്ക് എപ്പോഴും എന്ത് സംഭവിക്കാന്നുള്ള കേസാണ്. അപ്പോൾ ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു ക്രാക്ക് സോഫ്റ്റ്വെയറിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ക്യാഷ് ഫുള്ള് ക്യാഷ് ഔട്ടാവും. സോ നമ്മളെപ്പോഴും അതിൽ സോഫ്റ്റ്വെയറിൽ നമ്മൾ എടുക്കുമ്പോഴും മാനുവലായിട്ട് നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. നിലവിലിപ്പോൾ എൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി 35,000 ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫസ്റ്റ് എൻട്രി 2%, സെക്കൻഡ് എൻട്രി 6% ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 10%. സെക്കൻഡ് എൻട്രി 10% വരുമ്പോഴത്തേക്ക് ഞാൻ ബുക്ക് ചെയ്യും, ടോട്ടലി ബുക്ക് ചെയ്യാനാണ് പ്ലാൻ എൻ്റെ. നമുക്ക് നോക്കാം. 42,000, 46, 45. ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മുകളിലെ പിവട്ടാണ് എൻ്റെ ടാർഗറ്റ് ഇട്ടത്. പക്ഷേ ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്യും. 10% നമ്പർ എക്സിറ്റ് ചെയ്യും. കാരണം ഞാൻ അത്യാവശ്യം മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണെങ്കിലും ഞാൻ ക്യാൻഡിൽ ഇപ്പോൾ പ്രീവിയസ് ക്യാൻഡിലിനെ വെച്ചിട്ട് ഈ ക്യാൻഡിൽ ക്രോസ് ചെയ്ത് മുകളിൽ പോയാൽ മാത്രമാണ് ഒരു റാലി വീണ്ടും നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഇത് റാലി എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് റീട്രേസ്മെൻറ്റ് പോലെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, നമുക്ക് വീണ്ടും സിയിലേക്കുള്ള റാലി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. ഓൾമോസ്റ്റ് എക്സ്പെസ്റ്റിൻ്റെ അതൊക്കെ വന്നു, ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. 10% ഞാൻ ബുക്ക് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. എപ്പോൾ 10% എത്തുന്നു അപ്പം ഞാൻ സ്പോട്ടിൽ ബുക്ക് ചെയ്യും. Mm-hmm. 7%. സ്ക്വയർ ഓഫ് ചെയ്യാൻ ടൈം ആവുന്നുണ്ട്. നോക്കാം. എൻ്റെ ബുക്കിംഗ് ടൈം ആയിട്ടുണ്ട്, നിലവിൽ ആവാറാവുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി എൻ്റെ ബുക്കിംഗ് ടൈമിലേക്ക് എത്തും എന്നെൻ്റെ പ്രതീക്ഷ. സോ എൻ്റെ സ്ക്വയർ ഓഫിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 10% സ്പോട്ടിലെ സ്കോർ ഓഫ് ചെയ്യും ഞാൻ. ഓക്കെ, അല്ല വീണ്ടും റിവേഴ്സ് പാറ്റേൺ വന്നിട്ടുണ്ട്. ഓക്കെ, 1 നോക്കാം. ഓക്കെ, വെയിറ്റ്. ഓക്കെ, പ്ലാൻ ടു എക്സിറ്റ് 8.5.